സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ സൂചന. നിലവിൽ 4 ജില്ലകളിൽ മാത്രമേ യെല്ലോ മുന്നറിയിപ്പുള്ളൂ. ബാക്കി എല്ലാ ജില്ലകളും ഗ്രീൻ അലേർട്ടാണ്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമേ ഇപ്പോൾ യെല്ലോ മുന്നറിയിപ്പുള്ളൂ. കാലവർഷം ആരംഭിച്ച് 8 ദിവസങ്ങൾ പിന്നിടുന്നു. ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂരും കാസർഗോഡുമാണ്. കണക്കുകൾ അങ്ങനെയാണ് നമ്മോട് പറയുന്നത്. എന്തായാലും വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്, അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് YS അഭിനന്ദ്, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ എന്നിവർ ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്തേക്ക് സലീം മാലിക് ആണ് വിവരങ്ങൾ നൽകാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ് സലീം മാലിക്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് മഴ മാറി നിൽക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. പറയൂ സലീം. ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് ശേഷം തെളിഞ്ഞ കാലാവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മഴ ഏറെക്കുറെ പൂർണ്ണമായി തന്നെ മാറി എന്ന് തോന്നുന്നു. ആ നിലയിലാണ് ഇപ്പോൾ അന്തരീക്ഷമുള്ളത്. സംസ്ഥാനത്തും ആ നിലയിൽ തന്നെ ഇന്ന് മഴ മാറി നിൽക്കുന്നൊരു ദിവസമാകും എന്നുള്ളതാണ് സൂചന. കാരണം ഏറെക്കുറെ 10 ജില്ലകളിലും ഗ്രീൻ അലർട്ടാണുള്ളത്. അതായത് പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നും നിലവിൽ നൽകിയിട്ടില്ല. 4 ഇടങ്ങളിൽ മാത്രമാണ് ആ നിലയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അത് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ്. ഈ 4 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 8 ദിവസത്തിനിടയിൽ അതിതീവ്ര മഴയോ തീവ്ര മഴയ്ക്കോ ഉള്ള മുന്നറിയിപ്പ് നൽകാത്തൊരു ദിവസം കൂടിയാണ് ഇന്നു എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 8 ദിവസം കൊണ്ട് തന്നെ സംസ്ഥാനത്തുണ്ടായത് പരക്കെ വ്യാപകമായ മഴയാണ് എന്നുള്ളതാണ് കണക്കുകൾ. പ്രതീക്ഷിച്ചതിലും അധികം മഴ പെയ്തിട്ടുണ്ട്. ഈ കാലവർഷം തുടങ്ങിയപ്പോൾ തന്നെ ശക്തമായ മഴ ലഭിച്ചു എന്നുള്ളതാണ് കണക്ക്. അതിൽ തന്നെ ഏറ്റവും അധികം മഴ ലഭിച്ചിട്ടുള്ളത് കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് എന്നുകൂടി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ആശ്വസിക്കാനായിട്ടില്ല. കാരണം അടുത്ത 2-3 ദിവസത്തേക്ക് മാത്രമാണ് മഴ മാറി നിൽക്കുക എന്നുള്ളതാണ് സൂചന. അതിനുശേഷം വീണ്ടും അതിശക്തമായ മഴ സംസ്ഥാനത്ത് പെയ്തേക്കാം. കാലവർഷം ഇത്തവണ കുറച്ചധികം നീണ്ടു നിൽക്കും എന്നുള്ള സൂചനകളുമുണ്ട്. അതുകൊണ്ട് നിലവിലെന്തായാലും മഴ വീണ്ടും തുടരാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ ന്യൂനമർദ്ദത്തിൻ്റെ ശക്തി കുറഞ്ഞതും കാറ്റിൻ്റെ ശക്തി കുറഞ്ഞതുമാണ് നിലവിൽ മഴ മാറാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അത് മാറി വീണ്ടും മഴയുണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ചില നിയന്ത്രണങ്ങളൊക്കെ സ്വയം കരുതണമെന്നും ഒപ്പം തന്നെ ചില നിയന്ത്രണങ്ങൾ സർക്കാർ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ നേരത്തെ ഏർപ്പെടുത്തിയിരിക്കുന്ന പല നിയന്ത്രണങ്ങളും പിൻവലിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പല ജില്ലകളിലും നിലവിൽ മഴയുടെയും ഒപ്പം തന്നെ വെള്ളപ്പൊക്ക സാധ്യതയുടെയും പശ്ചാത്തലത്തിൽ അടച്ചിട്ടിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതൊക്കെ പതിയെ തുറന്നു വരുന്നുണ്ട്. നിലവിൽ മറ്റ് നടപടിക്രമങ്ങൾ കൂടി നാളെ കൂടി കഴിയുന്നതോടുകൂടി പൂർണ്ണ സജ്ജമായി ഈ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും പൂർണ്ണ ഇളവ് വരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കണക്കുകൾ, വിശദമായ കണക്കുകളും അതിൻ്റെ നഷ്ടക്കണക്കുകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇനി വേണം പരിശോധിക്കാൻ. കാരണം സംസ്ഥാനത്താകെ മഴക്കെടുതി രൂക്ഷമായിരുന്നു. നിരവധി മരണങ്ങൾ മഴ മൂലം ഉണ്ടായിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. കൃഷി നഷ്ടമായാലും കെട്ടിടങ്ങളുടെ നഷ്ടമായാലും ഒക്കെ ഉണ്ട്. ഇനി അതിൻ്റെ കണക്കുകൾ എടുക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. റവന്യൂ വകുപ്പൊക്കെ അതിൻ്റെ കണക്കുകൾ പരിശോധിക്കാനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. 100-ലധികം വീടുകളാണ് സംസ്ഥാനത്ത് പൂർണ്ണമായും ഭാഗികമായും തകർന്നത്. അതുപോലെ തന്നെ നിരവധി പേർ മരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ മഴക്കെടുതി മൂലം, മഴ മൂലമുള്ള മരണം എത്ര, അതല്ലാതെ ഉണ്ടായ മരണം എത്ര എന്നതുൾപ്പെടെയുള്ള കണക്കുകളും ഇനി വേണം ക്രമീകരിക്കാൻ. ഓക്കെ, താങ്ക് യു സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.